ഫുക്രിയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ടീമുകൾ അടുത്ത ലോകകപ്പ് ബഹിഷ്കരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. അതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ പല നടപടികൾക്കെതിരെയും അതിശക്തമായ പ്രതിഷേധമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്നത്. പിന്നെ ഇൻഫാന്റിനോയുടെ പുതിയ ചില നീക്കങ്ങൾ ഇൻഫാന്റിനോ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഫിഫയുടെ വാണിജ്യ പങ്കാളിത്തത്തിൻ്റെ ഒരു പങ്ക് സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള ഇൻഫാന്റിനോയുടെ പദ്ധതി. അതായത് ഫിഫയുടെ വാണിജ്യ പങ്കാളിത്തത്തിൻ്റെ, അതായത് കമേഴ്ഷ്യലായിട്ട് ഫിഫയ്ക്ക് കിട്ടുന്ന പൈസയുടെ ഒരു പങ്ക് അത് സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കുക, എന്നിട്ട് അതിൽ നിന്ന് പൈസ സംഘടിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളാണ് ഇൻഫാന്റിനോയുടെ. പ്രത്യേകിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഫിഫയുടെ വാണിജ്യ പങ്കാളിത്തത്തിൻ്റെ ഒരു പങ്ക് സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അടുത്ത ലോകകപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് നിസ്സംശയം യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇൻഫാന്റിനോ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, ഇൻഫാന്റിനോ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ലോകകപ്പിൽ നിന്ന് പിന്മാറുക എന്ന കടുത്ത തീരുമാനം കൈക്കൊള്ളുന്നതിനായി യുവേഫ രാജ്യങ്ങൾ ആലോചിക്കുന്നു. യുവേഫ അക്കാര്യം തീരുമാനിക്കും. അക്കാര്യം യുവേഫയുടെ അംഗങ്ങൾ ആയ രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ അടിയന്തര യോഗം ഉടൻ തന്നെ ചേരും. ഈ ആഴ്ച തന്നെ അതിൻ്റെ യുവേഫയുടെ അടിയന്തര യോഗം ചേരും. എന്നിട്ട് ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിൽ ഫിഫയിൽ നടക്കുന്ന പുതിയ അഭ്യാസങ്ങൾ, അതിനെ അങ്ങനെ തന്നെ വിളിക്കാൻ കഴിയുള്ളൂ, ആ അഭ്യാസങ്ങളെ ചെറുത്ത് നിൽക്കാനും ആ അഭ്യാസങ്ങളെ പൂർണ്ണമായി പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാനും യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്ന് ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ മൊത്തം ഫിഫയെ വിൽക്കുന്ന നിലയിലേക്കാണ് ഇൻഫാന്റിനോ പോകുന്നതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ നിലയിലാണ് ഇൻഫാന്റിനോ പോകുന്നതെങ്കിൽ തീർച്ചയായും കടുത്ത നടപടികളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ നീങ്ങും എന്ന് യുവേഫ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. ലോകകപ്പൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ ബഹിഷ്കരിച്ചാൽ പിന്നെ അതിൻ്റെ ചാമ് തന്നെ പോയി, അതിൻ്റെ കളറ് തന്നെ പോകും. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുമോ എന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം.